വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വചനം. അവർക്ക് വീഞ്ഞില്ല. പരിശുദ്ധയമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ അവളുടെ കുറവ് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ പറഞ്ഞ വചനമാണിത്. അമ്മ അത് അവിടെ പറഞ്ഞുവെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും തിരുക്കുമാരനോട് അമ്മ ഈ വചനം പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ഒക്കെ സംഭവിച്ചപ്പോഴും അവിടെയെല്ലാം അമ്മ എനിക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാൻ തിരുക്കുമാരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ജീവിതാനുഭവങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ഒരിക്കൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ലൂർദിൽ പോകുവാൻ പരിശുദ്ധയമ്മ പ്രത്യേകമായിട്ടൊരു അവസരം ഒരുക്കി തന്നു. ബഹുമാനപ്പെട്ട അബ്രഹാം കടിയക്കുഴി അച്ഛനും സിസ്റ്റർ ജോമേരിയും ഞാനുമായിരുന്നു അവിടെ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയത്. ആ അവസരത്തിൽ ലൂർദിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് ഏറെ സമയം അവിടെ ഇരിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചില്ല. എന്നാൽ അത്ഭുതകരമായ വിധത്തിൽ മണിക്കൂറുകൾ ഗ്രോട്ടോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധയമ്മ പ്രത്യേകം കൃപ പ്രദാനം ചെയ്തു. കുറേ സമയം കഴിഞ്ഞ് അച്ഛൻ ഞങ്ങളെ വിളിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തീഷ്ണതയോടെ. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അച്ഛൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അവിടെ ഇരുന്നു? വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പറയുകയായിരുന്നു, ഈ ബെഞ്ചിൻ്റെ അടിയിൽ ചൂട് ലഭിച്ച അനുഭവം. കർണവന്മാർ പറയാറുണ്ട്, അവർ തണുപ്പുണ്ടായിരുന്നപ്പോൾ അതിനെ അതിജീവിച്ചത് കട്ടിലിൻ്റെ അടിയിൽ ഞെരിപ്പോട് വെച്ച് തീ വെച്ച് ചൂട് കിട്ടിയപ്പോൾ അവർക്ക് തണുപ്പിനെ അതിജീവിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചിരുന്നു. അതുപോലെ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പ്രത്യേകമായിട്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്തൊരനുഭവം. ഈ സംഭവം വന്നപ്പോൾ ഞാൻ ഓർത്തു, ഗാവേ നദി കടന്ന് മരിയും ബർണീത്ത മസാബിലി പാറക്കെട്ടിൻ്റെ അടുത്തേക്ക് പോയ ഒരു സംഭവം. കൂട്ടുകാരി ആബദിയും അനിയത്തി മരിയുമായി ഗാവേ നദി കടന്ന് മസാബിലി പാറക്കെട്ടിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങിയപ്പോൾ ബർണീത്തായ്ക്ക് നദി കടക്കുവാൻ സാധിച്ചില്ല, വെള്ളത്തിൻ്റെ തണുപ്പ് കാരണം. എന്നാൽ ഒരു തരത്തിൽ നദി കടന്ന് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ മസാബിലി പാറക്കെട്ടിൻ്റെ അവിടുന്ന് മാതാവിനെ കണ്ടു. അമ്മ അവളോട് സംസാരിച്ചു. തിരികെ വന്നപ്പോൾ ആ നദിയിലെ വെള്ളം ചൂടായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. അത്ഭുതകരമായൊരു അനുഭവമായിട്ട് അവളത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എവിടെയെല്ലാം കുറവുണ്ടോ, പോരായ്മകളുണ്ടോ, അവിടെയെല്ലാം അമ്മ ഓടിയെത്തുന്ന ഒരുപാട് ജീവിത അനുഭവങ്ങൾ. പ്രത്യേകിച്ച് നവീകരണ രംഗത്ത്, കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ, ടീമിൽ പ്രവർത്തിക്കുമ്പോൾ കുറവുകളിൽ അമ്മ നിറവായി തീരുന്ന ഒത്തിരി സംഭവങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ധ്യാനം നയിക്കുന്ന അച്ഛൻ വരാതിരിക്കുന്ന അവസരങ്ങളൊക്കെ എന്തെങ്കിലും അസൗകര്യം കൊണ്ട് ആ സമയത്ത് വരാൻ വിഷമമാണല്ലോ എന്ന് പറയുമ്പോൾ അത്ഭുതകരമായ വിധത്തിൽ വൈദികരെ ക്രമീകരിച്ച് പരിശുദ്ധ അമ്മ തരുന്നേ. അമ്മയോട് പറയുമ്പോൾ അമ്മ അതിശക്തമായിട്ട് പ്രവർത്തിച്ച സംഭവങ്ങൾ ഓരോന്നോരോന്നായി മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. ഒരിക്കലൊരു ഒക്ടോബർ മാസം ധ്യാനം നടക്കുകയാണ്. 150 ആൾക്കാർ ധ്യാനിക്കുവാനായിട്ടുണ്ട്.
കുമ്പസാരിപ്പിക്കുവാൻ അച്ഛന്മാരെ ആരെയും കിട്ടാത്ത ഒരവസ്ഥ. ഈ അവസരത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ കുറവ് അമ്മ വേണ്ട പോലെ ഒന്ന് ക്രമീകരിക്കണമേ, അമ്മ വൈദികരെ ക്രമീകരിച്ചു തരണമേ. വിളിക്കുമ്പോൾ ഇടവകയിലുള്ള വികാരിയച്ഛന്മാർ പറയുക, വൈകുന്നേരം ജപമാല പ്രാർത്ഥനയുണ്ട് സിസ്റ്ററെ, വരാൻ പറ്റില്ലല്ലോ എന്നാണ്. എന്നാൽ ഒരു ആശ്രമത്തിലേക്ക് വിളിച്ചപ്പോൾ അവിടുത്തെ അച്ഛന്മാർ പറഞ്ഞു, ഞങ്ങളൊരു യാത്രയ്ക്ക് പോവുകയാണ്, സമയത്ത് എത്തിച്ചേരുവാണെങ്കിൽ ഞങ്ങൾ വരാം, ഞങ്ങളെ പ്രതീക്ഷിക്കേണ്ട സിസ്റ്റർ. അമ്മയോട് പറഞ്ഞു, അമ്മേ, വേണ്ട പോലെ ഇത് ക്രമീകരിച്ചു തരിക. അമ്മ അത്ഭുതകരമായിട്ട് അത് ക്രമീകരിച്ചത് നന്ദിയോടെ ഓർത്തു പോവുകയാണ്. 4:15 കുമ്പസാരം ആരംഭിക്കണം. ആ സമയത്ത് ഒരു വാഹനത്തിൽ 8 വൈദികർ അവിടെ എത്തിച്ചേർന്നു. ധ്യാനിക്കുന്ന 150 ആൾക്കാരെയും 8 വൈദികരും ധ്യാനിച്ചുകൊണ്ടിരുന്നൊരു വൈദികനും ധ്യാനഗുരുവും കൂടി കുമ്പസാരിപ്പിച്ചു. പതിവിലും നേരത്തെ തന്നെ കുമ്പസാരം കഴിഞ്ഞ് 6:30 മണിക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള വലിയ അനുഗ്രഹം കിട്ടി. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ നന്ദിയോടെ സ്നേഹത്തോടെ ഓർത്തു പോവുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം അമ്മ ഇങ്ങനെ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അവർക്ക് വീഞ്ഞില്ല എന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ പറഞ്ഞു. ഈശോ ആ കുറവ് മനസ്സിലാക്കി അവിടെ സമൃദ്ധമായിട്ട് അനുഗ്രഹം വാരി വർഷിച്ചു. ഇതുപോലെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അമ്മ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞ അനുഭവം. അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ചെറുപുഷ്പം പറയുമായിരുന്നു, അമ്മേ, നിന്നേക്കാൾ ഭാഗ്യവതി ഞാനാ. കാരണം നിനക്ക് ഇത്രയും നല്ലൊരു അമ്മയില്ലല്ലോ, എനിക്കിത്രയും നല്ലൊരു അമ്മയുള്ളപ്പോൾ നിന്നേക്കാൾ ഭാഗ്യവതി ഞാനാണ് എന്ന് ചെറുപുഷ്പം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് അമ്മയെ സ്വന്തം അമ്മയായി തന്ന നല്ല ദൈവത്തിന് 1000 നന്ദി പറയുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വചനം. യേശുവിൻ്റെ കുരിശിൻ്റെ അരികെ അവൻ്റെ അമ്മയുണ്ടായിരുന്നു. യേശുവിൻ്റെ കുരിശിനരികെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ സഹനങ്ങളിൽ നമ്മുടെ അമ്മ നമ്മളോടൊപ്പമുണ്ട്. എവിടെയെല്ലാം സഹനങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ച് നമ്മൾ തളർന്നു പോകുന്നുവോ അവിടെയെല്ലാം അമ്മ ഓടിയെത്തും. ഒത്തിരിയേറെ ജീവിതാനുഭവം ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായൊരു സംഭവം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട അമ്മ 1994 ഏപ്രിൽ 28-ാം തീയതി ഈ ലോകത്തോട് വിട പറയുന്നു. ആ ദിവസങ്ങളിൽ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു. ഏപ്രിൽ 23-നാണ് അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അമ്മയോടൊപ്പം ആ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ ഞാനും ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ എൻ്റെ ചേച്ചി പ്രസവത്തിന് വേണ്ടി മറ്റൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അമ്മച്ചി ഹോസ്പിറ്റലിലായതോ ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും ചേച്ചിക്ക് അറിയില്ല. ഏപ്രിൽ 27-ാം തീയതി ചേച്ചി പ്രസവിക്കുന്നു ഒരാൺകുഞ്ഞിനെ. ഏപ്രിൽ 28-ാം തീയതി അമ്മച്ചി ഈ ലോകത്തോട് വിട പറയുന്നു. ഈ മരണം ഞങ്ങളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ച ഒരു സംഭവമാണ്. എങ്കിലും ശക്തിപ്പെട്ട് മുന്നോട്ട് പോയി. ആ അവസരത്തിൽ അമ്മച്ചിയുടെ ഡെഡ് ബോഡി ചേച്ചിയെ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് ഒത്തിരിയേറെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ചേച്ചിയെ നോക്കിയ ഡോക്ടർ പറയുന്നു, അവൾക്ക് ആത്മധൈര്യം കുറവായതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൾ തകർന്നു പോകും. എങ്കിലും അമ്മച്ചിയുമായിട്ട് ആംബുലൻസിൽ ഞങ്ങൾ പോവുകയാണ് ചേച്ചിയുള്ള ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്ന് ഡോക്ടറിൻ്റെ അനുവാദം ശരിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഞാനതിൻ്റെ ഉത്തരവാദിത്വമെല്ലാം ഏറ്റെടുത്ത് ചേച്ചിയെ അവസാനമായിട്ട് അമ്മയെ കാണിക്കാൻ ആംബുലൻസിലേക്ക് കയറ്റി. അവസാനമായിട്ട് ചേച്ചി അമ്മച്ചിക്കൊരു ചുംബനം കൊടുത്തു. അതിനുശേഷം എന്നോട് പറഞ്ഞു, ഞാനും കൂടെ വരട്ടെ. ഞാൻ പറഞ്ഞു, വേണ്ട, വരാൻ പറ്റുന്നൊരു സാഹചര്യമല്ലല്ലോ ഇത്, ഞാൻ പ്രാർത്ഥിച്ചേക്കാം. പക്ഷേ ധീരതയോടെ അവൾ അത് സ്വീകരിച്ചു. യേശുവിൻ്റെ കുരിശിൻ്റെ അരികെ കുരിശോട് ചേർന്ന് നിന്ന് സഹനത്തിൽ ശക്തി പകർന്നു കൊടുത്ത പരിശുദ്ധ അമ്മ എൻ്റെ ചേച്ചിയെ ശക്തിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ അവൾ തകർന്നു പോകുമായിരുന്നു. ആത്മധൈര്യം തീരെയില്ലാത്ത അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു രോഗം കൂടി സംഭവിക്കുമായിരുന്നു. എന്നാൽ പരിശുദ്ധയമ്മ അത്ഭുതകരമായിട്ട് അവിടെ ഇടപെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അമ്മ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒത്തിരിയേറെ അവസരങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ വിശുദ്ധ എവുപ്രാസ്യാമ്മ പറഞ്ഞത്, പ്രിയപ്പെട്ട അമ്മ, പരിശുദ്ധ അമ്മ നമുക്കുള്ളത്, നമ്മൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാ.
ഈ അമ്മയില്ലാത്തൊരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്ന് വിശുദ്ധ എഫ്രാസ്യാമ്മ കുറിച്ചു വച്ചിരിക്കുന്നു. ഓരോ നിമിഷവും അമ്മ നമ്മുടെ കൂടെ നടന്നുകൊണ്ട് തിരുക്കുമാരൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാൻ അമ്മ നമുക്ക് പ്രത്യേകമായിട്ടുള്ള മാർഗനിർദ്ദേശം പ്രദാനം ചെയ്യുന്നു. സഹനങ്ങളിൽ വേദനകളിൽ പിടിച്ചു നിന്ന അനേകരുടെ ജീവിതങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കാറുണ്ട്. അമ്മയെന്ന് വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന പ്രിയപ്പെട്ട അമ്മയുടെ ജീവിതം. ഒരിക്കൽ ഒരു സഹോദരി പറയുകയായിരുന്നു, ജീവന് തുല്യം സ്നേഹിച്ച തൻ്റെ ജീവിത പങ്കാളി ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നു. ശരീരം ഛിന്ന ഭിന്നമായ അവസ്ഥ. ഈ ഡെഡ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഭാര്യ ഒരുപാട് തകർന്നു. 42-ാം വയസ്സിൽ മരണപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഈ വേർപാട് അവൾക്ക് സ്വീകരിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ധ്യാനാവസരത്തിൽ അവൾ ഒന്ന് കേട്ടിരുന്നു, വേദനയുടെ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ അമ്മയെ വിളിച്ചാൽ അമ്മ ഓടിയെത്തും. ആ മകള് പരിശുദ്ധി അമ്മയെ സ്നേഹപൂർവ്വം വിളിച്ചു, എൻ്റെ അമ്മേ, എന്നെ സഹായിക്കണമേ. സഹോദരി പറയുകയാണ്, അമ്മ ഓടിയെത്തി ഇവളെ വാരിപ്പുണർന്ന അനുഭവങ്ങൾ. വേദനയിൽ അമ്മ ശക്തി പകർന്നു കൊടുത്തു. യേശുവിൻ്റെ കുരിശോട് ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, പ്രത്യേകമായിട്ട് ആരും നമ്മെ സഹായിക്കാനില്ല, ആരും നമ്മെ ആശ്വസിപ്പിക്കാനില്ല എന്നോർത്ത് നിരാശപ്പെടുന്ന നിമിഷങ്ങളിലെല്ലാം അമ്മ ഓടിയെത്തി നമ്മെ സഹായിച്ച് ശക്തിപ്പെടുത്തി വഴി നടത്തുന്ന അനുഭവങ്ങൾ. കുരിശോട് ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അമ്മ ചേർന്ന് നിന്നുകൊണ്ട് ശക്തി പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അമ്മ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19:27. ഇതാ നിൻ്റെ അമ്മ. പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കുവാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. സ്വന്തം അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ നാം സ്വീകരിക്കുമ്പോൾ അമ്മ ഓരോ നിമിഷവും ഒരു കുഞ്ഞിനെ വഴി നടത്തുന്നത് പോലെ നമ്മെ വഴി നടത്തും. എല്ലാവിധ ആപത്ത് അപകടങ്ങളിൽ നിന്നും പ്രത്യേക സംരക്ഷണം അമ്മ പ്രദാനം ചെയ്യും. പ്രത്യേകമായിട്ട് അമ്മ നമുക്ക് നല്ല നല്ല പ്രചോദനങ്ങൾ തരും. ഓരോ നിമിഷവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മ നമ്മെ ഓർമ്മിപ്പിച്ച് തരും. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ അമേരിക്കയിൽ ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ ഗാദലൂപ്പെ മാതാവിൻ്റെ 2 വലിയ തുണിയിലുള്ള 2 രൂപങ്ങൾ എനിക്ക് കിട്ടി. ഞാൻ ആദ്യം ഓർത്ത്, ഒന്ന് മരിയൻ ധ്യാനങ്ങൾ നടത്തുമ്പോൾ ഈ രൂപം വെച്ച്, ഗാദലൂപ്പെ മാതാവിൻ്റെ രൂപം വെച്ച് ക്ലാസ് എടുക്കാം. ഒന്ന് ആർക്കാണ് കൊടുക്കുക എന്ന് മനസ്സിലിങ്ങനെ ചിന്തിച്ചപ്പോൾ അമ്മ മനസ്സിൽ ശക്തമായൊരു പ്രചോദനം തരികയാണ്. പാലക്കാടുള്ള കഞ്ചിക്കോട് റാണിക്ക് ഈ രൂപം കൊടുക്കുക, അവരുടെ വീട്ടിലത് വയ്ക്കട്ടെ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ രൂപം കൊടുത്തു കഴിഞ്ഞാൽ റാണി ഒന്നും ആരിൽ നിന്നും വാങ്ങാത്ത ആളാണ്, ഇത് മേടിക്കുകയില്ലായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. പക്ഷെ വീണ്ടും പരിശുദ്ധ അമ്മ എന്നോട് പറയുന്ന പോലെ ഞാൻ കേൾക്കുകയാണ്, റാണിക്കത് കൊടുക്ക്. അങ്ങനെയിരിക്കെ NRC കുളത്തുവയലിൽ റാണി വന്നപ്പോൾ ഞങ്ങളുടെ സ്ഥാപക പിതാവായ മോൺസിഞ്ഞൂർ CJ വർഗീയച്ചനും റാണിയുടെ ആത്മീയ പിതാവായ ബഹുമാനപ്പെട്ട അബ്രാഹം അച്ഛനും ഞങ്ങളുടെ ജനറാളമ്മ സിസ്റ്റേഴ്സൊക്കെ നിൽക്കിയ അവസരത്തിൽ ഞാൻ റാണിയോട് ചോദിച്ചു, റാണി ഇങ്ങനെയൊരു രൂപമുണ്ട്, റാണി ഇത് മേടിക്കുമോ? റാണി തുറന്ന കരങ്ങളിൽ ഈ രൂപം വെച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു, അമ്മയോട് ചോദിക്കട്ടെ സിസ്റ്ററെ എന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയം ശക്തമായ സുഗന്ധ അഭിഷേകം ആ രൂപത്തിന് അനുഭവപ്പെട്ടു. ആ പ്രദേശത്തെല്ലാം ശക്തമായ സുഗന്ധാഭിഷേകം. പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പണിക്കാർ ഓടി വന്നിട്ട് ചോദിച്ചു, ഇവിടെ എന്താ സംഭവിച്ചത്? അവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. അമ്മ പറഞ്ഞു, ആ രൂപം മേടിച്ചു കൊള്ളുക. അങ്ങനെ ആ രൂപം അവർ വീട്ടിൽ കൊണ്ടുപോവുകയും 2000 ജനുവരി 8-ാം തീയതി അവരുടെ ഭവനത്തിൽ ഇത് ലാമിനേഷൻ ചെയ്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പ്രതിഷ്ഠിച്ച നിമിഷം മുതൽ സുഗന്ധ കണ്ണുനീർ പ്രവാഹം ഈ രൂപത്തിൽ നിന്നും ഒഴുകുകയാണ്. ഉടനെ തന്നെ റാണി ആത്മീയ പിതാവിനെ വിവരമറിയിക്കുകയും അച്ഛൻ വീഡിയോ ക്യാമറയായിട്ട് അവിടെ ചെന്ന് ഇതെല്ലാം ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. സുഗന്ധ ഓയിൽ ഒരു കുപ്പിയിൽ ശേഖരിച്ചു. ഈ സുഗന്ധ ഓയിൽ ഞങ്ങളുടെ സ്ഥാപക പിതാവായ മോൺസിഞ്ഞൂർ CJ വർഗീയച്ചൻ രോഗികൾക്ക് വേണ്ടി ഇത് വെച്ച് പ്രാർത്ഥിച്ചു. ഒരുപാട് രോഗികൾ സൗഖ്യം പ്രാപിച്ചു. പരിശുദ്ധ അമ്മ ആ സമയം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ പ്രചോദനം തന്നതുകൊണ്ട് മാത്രമാണ് ഈ രൂപം ഞാൻ കൊടുക്കുവാൻ തയ്യാറായത്. അമ്മ ഓരോ നിമിഷവും നമ്മളോട് പറയും, അത് ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യരുത്
അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അമ്മയുടെ സ്വരത്തിന് വേണ്ടി നമുക്ക് കാതുകൊടുക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാണാൻ പറ്റും. കഴിഞ്ഞ നാളുകളിൽ 38 മരിയൻ ധ്യാനങ്ങൾ പാലക്കാട് യുവക്ഷേത്രയിൽ വെച്ച് നടന്നപ്പോൾ ആ ധ്യാനത്തിൽ സഹായിക്കുവാനുള്ള വലിയ കൃപ പരിശുദ്ധയമ്മ എനിക്ക് പ്രദാനം ചെയ്തു. ധ്യാനങ്ങളിലെല്ലാം അമ്മ വിവിധ തരത്തിലാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പഞ്ചക്ഷതാനുഭവം പാല് നൽകിക്കൊണ്ട്, സുഗന്ധാഭിഷേകം നൽകിക്കൊണ്ട്, പരിശുദ്ധ കുർബാന മാംസ രക്തമായി തീരുന്ന ഇങ്ങനെയെല്ലാ അനുഭവങ്ങൾ കാണുവാനും ഇതിന് സാക്ഷ്യം വഹിക്കുവാനും അമ്മയാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ മരണത്തിന് ശേഷം പരിശുദ്ധി അമ്മയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ട് എന്ത് കാര്യവും ഞാൻ അമ്മയെ ഏൽപ്പിക്കും. ഏത് കാര്യത്തിലും അമ്മയോട് പറയും. അമ്മ അവിടെ അത്ഭുതകരമായിട്ട് ഇടപെടുന്ന അനുഭവങ്ങൾ ഒരുപാട് പങ്കുവയ്ക്കുവാനായിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ധ്യാനാവസരങ്ങളിൽ മാനസാന്തരം കിട്ടാത്ത ചില ജീവിതങ്ങൾ, കുമ്പസാരിക്കുവാൻ പോലും തയ്യാറാകാതെ ചില വ്യക്തികൾ മാറി നിൽക്കുമ്പം, പാപബന്ധനത്തിൽ തുടരുമ്പോൾ അവരെയൊക്കെ ഞാൻ അമ്മയ്ക്ക് കൊടുക്കും. അമ്മയ്ക്കറിയാലോ മക്കളുടെ കാര്യം. പ്രത്യേകിച്ച് പരിശുദ്ധി അമ്മ കുമ്പസാരം എന്ന ദിവ്യകൂദാശയെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഇപ്രകാരമാണ്: സാത്താൻ്റെ കയ്യിലിരിക്കുന്ന ഒരാത്മാവിനെ പരിശുദ്ധാത്മാവ് റാഞ്ചിയെടുക്കുന്ന നിമിഷമാണ്. അപ്പോൾ കുമ്പസാരിക്കാനൊക്കെ മടി കാണിക്കുന്ന മക്കൾക്ക് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കും. അമ്മ ഇവിടെ ഇടപെടണമേ എന്ന് ശക്തമായി അമ്മയോട് പറയുമ്പോൾ അമ്മ ഓടി വന്ന് അവരുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില വ്യക്തികൾക്ക് ക്ഷമിക്കാൻ സാധിക്കാത്ത അവസ്ഥകൾ. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജോർദാനിയ ധ്യാന സെൻ്ററിൽ നടന്ന ധ്യാനത്തിൽ 40 വർഷമായി ജീവിത പങ്കാളിയോട് ക്ഷമിക്കാൻ സാധിക്കാതെ കഷ്ടപ്പെട്ട ഒരു സഹോദരി. ആ ഭാര്യയ്ക്ക് എന്ത് ചെയ്താൽ ഭർത്താവിനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. കഠിനമായ വെറുപ്പാണ്. ഭർത്താവിന് ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുക്കുവാൻ ഈ ഭാര്യയ്ക്ക് താല്പര്യമില്ല. ഈ സംഭവം എന്നോട് ഷെയർ ചെയ്തപ്പം ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഈ ഭാര്യ എന്ത് ചെയ്താൽ കൂട്ടാക്കുന്നില്ല, ഭർത്താവിനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുക. ഞാൻ ചാപ്പലിലേക്ക് ചെന്ന് പരിശുദ്ധി അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇവിടെ അമ്മ ഇടപെടണം, അമ്മയ്ക്ക് മാത്രമേ ഇവിടെ ഇടപെടാൻ പറ്റുകയുള്ളൂ. അമ്മ പറഞ്ഞാൽ ഈശോ നോ എന്ന് പറയില്ല, പ്രവർത്തിക്കണേ അമ്മയെന്ന് പറഞ്ഞ് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഒത്തിരിയേറെ അത്ഭുതം തോന്നി. പിറ്റേ ദിവസം രാവിലെ ഈ സഹോദരി ഓടി വന്ന് എന്നോട് പറയുകയാണ്, സിസ്റ്റർ ഞാൻ പരിപൂർണമായി എൻ്റെ ഭർത്താവിനോട് ക്ഷമിച്ചു. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെയ്തതിനെ ഓർത്ത് ഞാൻ ഈശോയോട് മാപ്പ് ചോദിച്ചു. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അമ്മ ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ ഇടപെട്ടു അതിശക്തമായിട്ട്. ഈശോയ്ക്ക് നോ എന്ന് പറയാൻ ആവില്ല, അമ്മ പറയുന്നതിൻ്റെ മുമ്പിലായിട്ട്. ഒരുപാട് മാനസാന്തര അനുഭവത്തിൻ്റെ പിന്നിലെല്ലാം അമ്മയുടെ ശക്തമായ പ്രവർത്തനമാണെന്ന് എത്ര പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ സ്വന്തം അമ്മയായിട്ട് അമ്മ ഒത്തിരിയേറെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഇടപെട്ടത് നന്ദിയോടെ സ്നേഹത്തോടെ ഓർത്തു പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വേദനിക്കുന്ന ചില നിമിഷങ്ങളിൽ അമ്മേ ഇവിടെ ഒന്ന് ഇടപെടമ്മേ എന്ന് പറയുമ്പോൾ അമ്മ അത്ഭുതകരമായിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും അതിശക്തമായിട്ട് അമ്മ ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം UK ധ്യാനിപ്പിക്കാൻ പോയ അവസരത്തിൽ അവിടെ ചെന്ന് നല്ല തണുപ്പായിരുന്നു. തണുപ്പുള്ള കാലാവസ്ഥയായതുകൊണ്ട് സ്വരം പോയി. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പം എനിക്കൊരക്ഷരം പോലും സംസാരിക്കാൻ സ്വരമില്ല. ഞാൻ ആംഗ്യം കാണിച്ചാണ് കൂടെയുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞത്. അന്നെനിക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ചും ജപമാലയെക്കുറിച്ചും ക്ലാസ് എടുക്കേണ്ട ദിവസമാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇവിടെ അമ്മ ഇടപെടുക, അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈശോ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കുവാനുള്ള സ്വരം ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരിയേറെ അത്ഭുതത്തോടെ ഞാൻ ഓർക്കുകയാണ്. ക്ലാസ് കയറുന്ന നിമിഷം വരെ എനിക്ക് സ്വരമില്ല. പക്ഷെ 100% വിശ്വാസം തോന്നി അമ്മ ഇവിടെ പ്രവർത്തിക്കും. കാരണം കഴിഞ്ഞ നാളുകളിലെല്ലാം നിസ്സഹായാവസ്ഥയിൽ, രോഗാവസ്ഥയിൽ അമ്മ അതിശക്തമായിട്ട് പ്രവർത്തിച്ചത് കാണാൻ ഇടയായിട്ടുണ്ട്. ക്ലാസ്സിൽ കയറി വചനം പറഞ്ഞപ്പോൾ ഇങ്ങനെ സൗണ്ടില്ലാത്ത ഇതാണെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കുകയില്ല. ആ ഒരു അവസ്ഥയിൽ എനിക്ക് വചനം പങ്കുവയ്ക്കുവാനും അമ്മയെക്കുറിച്ചും ജപമാലയെക്കുറിച്ചും ഒക്കെ അവിടെ പറയുവാനും ഈശോ അനുഗ്രഹം തന്നു. എൻ്റെ നല്ല അമ്മയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അമ്മ കൈപിടിച്ച് നടത്തുന്ന ഒത്തിരി സംഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്.